بسم الله الرحمن الرحيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1806 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജുറാത്തിലെ 9-10 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. صدق الله العلي العظيم. സൂറത്തുൽ ഹുജറാത്തിലെ 9-10 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ എത്തി നിൽക്കുന്ന ഭാഗം വരെ അല്ലാഹു ഇസ്ലാമിക സമൂഹത്തിന് വളരെ അനിവാര്യമായ ചില മാർഗദർശനം നൽകുന്ന ചില മര്യാദകൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായത്. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും കാണിക്കേണ്ട ബഹുമാന മര്യാദകൾ, അതുപോലെ അള്ളാഹുവിന്റെ ദൂതന്റെ സാന്നിധ്യത്തിൽ ഏതു വിധത്തിൽ ആണ് സംസാരിക്കേണ്ടത്, ശബ്ദം എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തെ കാണാൻ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടുകളുടെ പരിസരത്ത് എത്തുമ്പോൾ കാണിക്കേണ്ട മര്യാദകൾ, ഇതൊക്കെയാണ് മുഖ്യമായിട്ട് തുടക്കത്തിൽ പ്രതിപാദിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ഒരു സ്പെസിഫിക് ആയ ഒരു കാര്യത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു നിർദ്ദേശം അല്ലാഹു നൽകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ കാണുകയുണ്ടായി. സത്യവിശ്വാസികളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്ന ഒരു കാര്യം, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു അധർമ്മിയായ ഒരാള് അല്ലെങ്കിൽ ദൈവഭക്തി ഇല്ലാത്ത, സൂക്ഷ്മതയില്ലാത്ത ഒരു മനുഷ്യൻ വല്ല വാർത്തയുമായിട്ട്, പ്രാധാന്യമുള്ള വല്ല ഇൻഫർമേഷനുമായി നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അതിന്റെ നിജസ്ഥിതി പരിശോധിക്കണം. അത് പരിശോധിക്കാതെ നിങ്ങൾ ഒരു നടപടിയിലേക്ക് നീങ്ങരുത്. അങ്ങനെ
അത് പരിശോധിക്കാതെ എന്തെങ്കിലും നടപടിയിലേക്ക് നീങ്ങുകയോ വല്ല എടുത്തുചാട്ടം നടത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ഉദ്ദേശിക്കാതെ തന്നെ ആർക്കെങ്കിലുമൊക്കെ അതുകൊണ്ട് വല്ല വിപത്തും ഉണ്ടാവാം. അതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കുന്നവരായി മാറുകയും ചെയ്യാമെന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യം നിങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു സംഗതി ചെയ്യണം എന്ന് വാശി പിടിച്ച് സമ്മർദ്ദം ചെലുത്തി ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപടി അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വളരെ ദ്രോഹകരമായിട്ട് മാറും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസം വളരെ പ്രിയപ്പെട്ടതാക്കി അള്ളാഹു മാറ്റിയിട്ടുണ്ട്. അതിനെ നിങ്ങൾക്ക് വളരെ കമനീയമായ, ഖേദോഹരമായ, മനസ്സിനേറെ തൃപ്തിപ്പെട്ട ഒരു സംഗതിയാക്കിയാണ് അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ സത്യവിശ്വാസത്തെയും ആ മാർഗത്തിലുള്ള പ്രയത്നങ്ങളെയും ഒക്കെ അള്ളാഹു വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യനിഷേധത്തോടും സത്യസന്ധതയില്ലായ്കയോടും അനുസരണക്കേടിനോടോ അല്ലെങ്കിൽ ധിക്കാരത്തിനോടോ ഒക്കെ തന്നെയും വെറുപ്പ് ഉള്ളവരായിട്ടാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവയോട് വെറുപ്പ് അനുഭവപ്പെടുന്നവരായിട്ടാണ് നിങ്ങളുള്ളത്. അങ്ങനെ ഒരു നിലപാടുള്ളവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗികളായ ആളുകൾ. അവര് അള്ളാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവും ഒക്കെ ലഭിച്ച ആളുകളാണ്. തീർച്ചയായിട്ടും കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവനും യുക്തിജ്ഞനുമായത് അള്ളാഹുവാണ് എന്നാണ് ആ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു പറയുന്നത്. ഇസ്ലാമിക സമൂഹത്തിനകത്ത് അന്തഛിദ്രതയുടെ സ്വഭാവമുള്ള ഒരു വിഷയം രൂപപ്പെട്ടു എന്ന് വെക്കുക. പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണം? പരസ്പരം സംഘർഷമോ സംഘട്ടനമോ ഒക്കെ ഉണ്ടാവാനിടയാവുന്ന ഒരു വിഷയം ഉയർന്നു വന്നാൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 2 ആയത്തുകളിലായിട്ട് അള്ളാഹു വ്യക്തമാക്കുന്നത്. അത് ആ ഘട്ടത്തിലോ അതിന്റെ മുമ്പോ വിശേഷിച്ച് എന്തെങ്കിലും അതുപോലെയുള്ള ഒരു വിഷയം ഉയർന്നു വന്നത് കൊണ്ടല്ല. അങ്ങനെ പരസ്പരം പോരടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇസ്ലാമിക സമൂഹത്തിൽ അതുവരെ ഉണ്ടായിട്ടില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകളും അതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വിശേഷിച്ച് കപടവിശ്വാസികളുടെ പല കുതന്ത്രങ്ങളും കാരണമായിട്ടൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന വിധത്തിലുള്ള യാതൊന്നും ഇസ്ലാമിക സമൂഹത്തിനകത്ത് അക്കാലം അത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമോ പിൽക്കാലത്ത് ഇസ്ലാമിക സമൂഹത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ രൂപപ്പെട്ടു വരാനിടയുള്ള സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അള്ളാഹു ചില നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ കൂട്ടത്തില് 2 സംഘങ്ങൾ, വിശ്വാസികളുടെ സമൂഹത്തിൽപ്പെട്ട 2 കക്ഷികൾ, ഇഖ്തതലു, അവര് പരസ്പരം കലഹിക്കുന്ന, പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയുണ്ടായാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഫാസ്ലിഹു ബൈനഹുമ, അള്ളാഹുവിടെ വിശ്വാസികളോട് പൊതുവായിട്ട് അവർക്കൊരു നിർദ്ദേശം നൽകുകയാണ്. ഫാസ്ലിഹു ബൈനഹുമ, ഈ 2 കക്ഷികൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, ഇസ്ലാഹ് ഉണ്ടാക്കണം. ഇസ്ലാഹ്, അസ്ലിഹു എന്നൊക്കെ പറയുന്നത് കേടുപാടുകൾ തീർക്കണം എന്നാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. തസ്ലീഹ് എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യാന്നാണ്. അപ്പൊ എവിടേക്ക് എന്തൊക്കെ
ക്ഷതമുണ്ടായിട്ടുള്ളത്, കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത് എന്നത് പരിശോധിച്ച് അത് പരിഹരിക്കണം. ഇങ്ങനെ പരസ്പരം വൈരുദ്ധ്യം അല്ലെങ്കിൽ വിരോധമുള്ള അല്ലെങ്കിൽ ശത്രുതയോ പകയോ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷം നിലനിന്നു പോകാൻ സാഹചര്യം ഉണ്ടാവരുത്. അതിൽ ഇടപെട്ട് നിങ്ങളത് പരിഹരിക്കണം. അത് നോക്കി നിൽക്കുന്ന കാഴ്ചക്കാരായി അത് കണ്ട് ആസ്വദിക്കുന്നവരായിട്ടല്ല നിങ്ങൾ ഉണ്ടാവേണ്ടത്. മറിച്ച് വല്ല അസ്വസ്ഥതയും വൈൻ ത്വാഇഫത്താനി മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽപ്പെട്ട രണ്ട് സംഘങ്ങൾ തമ്മിൽ ഈ രണ്ട് കക്ഷികൾ തമ്മിൽ വല്ല അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന്റെ സാഹചര്യമോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഫാസ്ലിഹു ബൈനഹുമ, ആ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പ് ഉണ്ടാക്കണം. അവർക്കിടയിൽ നിങ്ങൾ സുൽഹ് കൊണ്ടുവരണം. ഫൈം ബഗത്ത് ഇഹ്ദാഹുമ, അങ്ങനെ സുൽഹ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും അത് ശരിയായ രീതിയിൽ നടപ്പാക്കപ്പെടുകയും ചെയ്തതിന് ശേഷവും ഒരു വിഭാഗം മറ്റേ വിഭാഗത്തോട് അക്രമത്തിന്റെ വഴി സ്വീകരിക്കുകയാണെങ്കിൽ ഫൈൻ ബഗത്ത് ഇഹ്ദാഹുമ അലൽ ഉഖ്റ, ഈ രണ്ട് കൂട്ടരിൽ രണ്ട് കക്ഷികളിൽ ഒരു കക്ഷി മറ്റേ കക്ഷിക്ക് എതിരിൽ അക്രമപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഫഖാതിലുൽ ലതീ തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ല, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫഖാതിലു, നിങ്ങൾ പോരാടണം, നിങ്ങൾ ഏറ്റുമുട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ പോരാട്ടത്തിന് സന്നദ്ധരാവണം. അല്ലതീ തബ്ഗി, ഈ അക്രമം ചെയ്യുന്നവർക്കെതിരിൽ അക്രമിയായിട്ട് മുന്നേറുന്ന സംഘം ഏതാണ്, ആ സംഘത്തിനെതിരിൽ സത്യവിശ്വാസികളെ നിങ്ങൾ കൈകോർത്തുകൊണ്ട് ഏറ്റുമുട്ടാൻ പോരാടാൻ സന്നദ്ധരാവണം. ഹത്താ തഫീഅ ഇലാ അംരില്ല, അവര് അള്ളാഹുവിന്റെ വിധിയിലേക്ക് മടങ്ങാൻ സന്നദ്ധരാകുന്നത് വരെ. അള്ളാഹുവിന്റെ വിധി തീർപ്പ് ഈ കാര്യത്തില് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും മാർഗദർശനം അനുസരിച്ച് നിങ്ങൾ ഒരു പരിഹാരത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ആ പരിഹാരത്തിലേക്ക് അത് സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകുന്നത് വരെ ആ അക്രമിയായ വിഭാഗത്തോട് നിങ്ങൾ അവരെ അമർച്ച ചെയ്യുന്ന, അവരെ നിയന്ത്രിക്കുന്ന വിധത്തിൽ അവരോട് പോരാടാൻ നിങ്ങൾ സന്നദ്ധരാവണം. ഫൈൻ ഫാഅത്ത് ഫാസ്ലിഹു ബൈനഹുമ, അങ്ങനെ അവര് അള്ളാഹുവിന്റെ തീർപ്പിലേക്ക് വരാൻ, അള്ളാഹുവിന്റെ അമ്രിലേക്ക് വരാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ, അങ്ങനെ അവര് അതിലേക്ക് മടങ്ങുന്നുവെങ്കിൽ ഫാസ്ലിഹു ബൈനഹുമ, അവർക്കിടയിൽ നിങ്ങൾ നല്ല ബന്ധം, നല്ല രഞ്ജിപ്പ് ഉണ്ടാക്കി കൊണ്ടുവരണം. ബിൽ അദ്ൽ, നീതിയുടെ അടിസ്ഥാനത്തിൽ. ശക്തി കാണിക്കുന്നവന്റെയോ അല്ലെങ്കിൽ അക്രമത്തിന് മുതിരുന്നവന്റെയോ പക്ഷം ചേർന്നുകൊണ്ട് അവർക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അങ്ങനെ ലോകത്ത് പല സംഭവങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. കരുത്തുള്ളവനോട് ഒരു ചായ്വ് കാണിച്ചുകൊണ്ടാണ് ഈ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ മുതിരുന്നവർ, അവർക്ക് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് പ്രശ്നം പരിഹരിക്കുന്ന ഒരു രീതി സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കുക. അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത് ഫാസ്ലിഹു ബൈനഹുമ ബിൽ അദ്ൽ, അദലിന്റെ അടിസ്ഥാനത്തിലാണ്, നീതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രഞ്ജിപ്പ് ഉണ്ടാക്കേണ്ടത്. വ അഖ്സിതു, നിങ്ങൾ നീതി നടപ്പിലാക്കുന്നവരാവുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി നടപ്പിലാക്കുന്നവരെ അള്ളാഹു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അതിനെ തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, നിശ്ചയമായിട്ടും സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളൊക്കെയും തന്നെ സഹോദര്യ ബന്ധമുള്ളവരാണ്, സഹോദരന്മാരാണ്. അതുകൊണ്ട് അവർക്ക് ഇടയിൽ നിലനിൽക്കേണ്ടത് ഏറ്റവും ഊഷ്മളമായ സഹോദര്യ ബന്ധമാണ്. ഫാസ്ലിഹു ബൈന അഖ്വൈക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കുക, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്കിടയിൽ ഒരു ഊഷ്മളമായ ബന്ധം പുനഃസ്ഥാപിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വത്തഖുല്ലാഹ,
നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനോട് ഭയഭക്തി കാണിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, അത് നിങ്ങളിൽ അള്ളാഹുവിന്റെ കരുണ വർഷിക്കപ്പെടാൻ കാരണമായേക്കും. അള്ളാഹുവിന്റെ കരുണ നിങ്ങൾക്ക്, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടാൻ അതുവഴി സാഹചര്യം ഉണ്ടായേക്കും എന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. ഈ രണ്ടായത്തുകൾ അവതരിക്കുമ്പോൾ യഥാർത്ഥത്തില് അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഏറ്റുമുട്ടലിന്റെയോ വിയോജിപ്പിന്റെയോ ഭിന്നതയുടെയോ ഒരു സാഹചര്യമൊന്നുമില്ല. സൂറത്തുൽ ഹുജറാത്തിലെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ മര്യാദകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി ഒരുപക്ഷെ ഭാവിയിൽ വരും കാലങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന് ഏറെ ആവശ്യമായി വരുന്ന ഒരു മാർഗദർശനം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുൻകൂട്ടി നൽകുന്ന പോലെ നമുക്ക് ഇത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായി. മുസ്ലിങ്ങൾക്കിടയിൽ രണ്ട് കക്ഷികളായി തിരിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഏറ്റുമുട്ടലും സംഘർഷവും ഒക്കെ ഉണ്ടായി എന്നതും ഒരു യുദ്ധം തന്നെ നടക്കുകയുണ്ടായി എന്നതും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് മറ്റൊരു അവസരത്തിൽ പോകാം. എന്തായാലും ഇവിടെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ പിന്തുടരേണ്ട രീതി എന്താണ് എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഞാൻ ഈ രണ്ടായത്തുകൾ വളരെ പരിമിതമായി ഒന്ന് വിശദീകരിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ രൂപപ്പെട്ടു വരാനിടയുള്ള സംഘർഷങ്ങളുടെയൊക്കെ സാഹചര്യം ഉണ്ടായാൽ, അതുപോലെ ഇസ്ലാമിക സമൂഹത്തിന്റെ രാഷ്ട്രീയ അധികാരം കൈയാളുന്നത് സംബന്ധമായിട്ടൊക്കെ ചിത്രതയുടെ അല്ലെങ്കിൽ അക്രമത്തിന്റെ വഴിയിൽ ആളുകൾ നീങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി വന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട മര്യാദ എന്താണ്, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് തുടങ്ങിയ വിഷയങ്ങളിൽ ഈ ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാര് പല തീരുമാനങ്ങളിലേക്കും അല്ലെങ്കിൽ നിയമ നിർദ്ദേശങ്ങളിലേക്കും ഒക്കെ എത്തിയിട്ടുള്ളത്. ഈ ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിക സമൂഹം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ഏത് വിധത്തിലാണ് അത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അവര് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് ഈ സംഗതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പ്രത്യേകിച്ചൊരു സാഹചര്യവും ഇല്ലാതെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുകയാണ്. വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഖതതലു, വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് സംഘങ്ങൾ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അവര് തമ്മിൽ ഒരു സംഘർഷമോ ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യമോ ഒക്കെ ഉണ്ടായാൽ ഫഅസ്ലിഹു ബൈനഹുമ, ചെയ്യേണ്ടത് ഈ രണ്ട് കക്ഷികളിലും പെട്ടവരല്ല പിന്നെ ചെയ്യേണ്ടി വരിക. ഈ രണ്ട് കക്ഷികളിലും പെട്ടവരല്ലാത്ത കുറെ ആളുകൾ സമൂഹത്തിലുണ്ടാവും. മുസ്ലിം സമൂഹത്തില് ഈ ഇരു കക്ഷികളിലും പെടാത്തവരായിട്ട് കുറെ പേരുണ്ടാവുമല്ലോ. അത്തരം ആളുകള് അത് ആ സാഹചര്യം അങ്ങനെ നോക്കി നിന്ന് അതിലൊരു ആസ്വാദനം കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിൽ ചിത്രതയും പ്രശ്നങ്ങളും വർദ്ധിക്കാൻ കാരണമാവുന്ന നിലപാട് സ്വീകരിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. മറിച്ച് ആ ചിത്രതയും പ്രശ്നമൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ട രഞ്ജിപ്പിന്റെ വഴി തേടണം. ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഇരു വിഭാഗങ്ങൾക്കും ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോടായിട്ട് പറയുന്നത്. ഫഅസ്ലിഹു ബൈനഹുമ, നിങ്ങൾ ഈ രണ്ടു കൂട്ടർക്കും ഇടയിൽ ഇസ്ലാഹ് കൊണ്ടുവരണം.
അവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അവരുടെ ബന്ധം ഊഷ്മളമാക്കി മാറ്റാൻ വേണ്ട നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. ഫൈൻ ബഗത്ത് ഇഹ്ദാഹുമ അലൽ ഉഖ്റ, രണ്ടു കൂട്ടരിൽ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തിനെതിരിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു നടപടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ, ബാഗി എന്നാണ് ലാലിമ് എന്ന് പറയുന്ന പോലെ അങ്ങനെ അക്രമ മാർഗം സ്വീകരിക്കുന്ന ആളെ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഘട്ടങ്ങളിൽ ലുൽമിന്റെ വഴി സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവര്, ആരെങ്കിലും രണ്ട് കക്ഷികളിൽ ഒരു വിഭാഗം അങ്ങനെ ബാഗി ആയിക്കൊണ്ടാണ്, അക്രമിയായിക്കൊണ്ടാണ് നീങ്ങുന്നത് എങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഫൈൻ ബഗത്ത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ, ഒരു സംഘം മറ്റൊരു സംഘത്തിന്റെ നേരെ അക്രമത്തിന്റെ ഒരു മാർഗം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അക്രമം അഴിച്ചുവിടുന്നു. അങ്ങനെയാണെങ്കിൽ ഫഖാത്തിലുല്ലതി തബ്ഗി, അക്രമിയായ ആ വിഭാഗത്തിനെതിരിൽ നിങ്ങൾ പോരാടണം എന്ന് പറഞ്ഞാൽ, മർദ്ദിതനോടൊപ്പം അവകാശവും അവസരവും നിഷേധിക്കപ്പെട്ട ദുർബലനായ ആ ആളോട് അല്ലെങ്കിൽ ആ സംഘത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നിങ്ങൾ അക്രമിക്കെതിരിൽ തിരിയേണ്ടത് എന്നതാണ് ഇവിടെ നൽകുന്ന നിർദ്ദേശം. ഫഖാത്തിലുല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ല. അപ്പൊ ആ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് ആ സംഘം മടങ്ങാൻ സന്നദ്ധരാകുന്നത് വരെ, അക്രമത്തിന്റെ വഴി ഉപേക്ഷിച്ച് രഞ്ജിപ്പിന്റെയും അതുപോലെ പ്രശ്നപരിഹാരത്തിന്റെയും വഴിയിലേക്ക് വരാൻ അവര് സന്നദ്ധരാകുന്നത് വരെ, അത് അള്ളാഹുവിന്റെ അംറിലേക്കാണ് അവർ വരേണ്ടത്. ഏത് സങ്കീർണമായ പ്രശ്നത്തിലും അള്ളാഹു പിന്തുണക്കുന്ന ഒരു പരിഹാരം ഉണ്ടാകും, ഒരു നടപടി ഉണ്ടാകും. അപ്പൊ അള്ളാഹുവിന്റെ അക്കാര്യത്തിലുള്ള വിധി തീർപ്പ് സ്വീകരിക്കുക എന്നതാണ് രണ്ടു കൂട്ടരും അതിൽ ചെയ്യേണ്ടത്. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സംഘം അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിയുള്ള, അള്ളാഹു നൽകുന്ന നിർദ്ദേശം പാലിക്കുന്ന വിധത്തില് അത് അംഗീകരിക്കുന്നവരാകാതെ നിലക്കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അള്ളാഹുവും റസൂലും എന്ത് തന്നെയാണ് പറഞ്ഞതെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോവുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അക്രമപരമായ വഴി പിന്തുടരുകയും ആ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്നതെങ്കിൽ ആ അക്രമിക്കെതിരിലാണ് ഇസ്ലാമിക സമൂഹം നിലകൊള്ളേണ്ടത്. കാഴ്ചക്കാരായി നിൽക്കുകയോ അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന നിലക്ക് രണ്ട് പക്ഷത്തെയും അനുകൂലിക്കാതെയോ രണ്ട് പക്ഷത്തെയും എതിർത്തുകൊണ്ടോ നിൽക്കുകയല്ല വേണ്ടത്. ആരാണ് ഹക്കിന്റെയും അതുപോലെ നന്മയുടെയും ഭാഗത്ത് നിലകൊള്ളുന്നത്, ആ ഭാഗത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം നിലപാട് സ്വീകരിക്കേണ്ടത്. ഫൈം ഫാഅത്ത്, ഇനി അവരങ്ങനെ മടങ്ങാൻ സന്നദ്ധരായി എന്ന് വെക്കുക. അക്രമമാർഗം പിന്തുടർന്നിരുന്ന ആ വിഭാഗം ആ അക്രമത്തിന്റെ മാർഗം ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക്, അള്ളാഹുവിന്റെ വിധി തീർപ്പിലേക്ക് മടങ്ങാൻ അവർ സന്നദ്ധരായി എന്ന് വരുന്നുവെങ്കിൽ പിന്നെ അവർക്കെതിരിൽ യുദ്ധം ചെയ്യുകയോ അല്ലെ അവർക്കെതിരിൽ നീങ്ങുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. രഞ്ജിപ്പുണ്ടാക്കുകയാണ് വേണ്ടത്. ഫഅസ്ലിഹു ബൈനഹുമ, അവർക്കിടയിൽ ബന്ധം നല്ലതാകാൻ വേണ്ട നടപടിയാണ് ഇന്ന് സ്വീകരിക്കേണ്ടത്. അവർ നേരത്തെ അക്രമത്തിന്റെ വഴിയിൽ നീങ്ങിയപ്പോ അവർക്കെതിരിൽ പോരാടാൻ തന്നെയാണ് അള്ളാഹു നിർദ്ദേശിച്ചത്. എന്നാൽ അവര് ആ അക്രമത്തിന്റെ വഴി ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങാൻ സന്നദ്ധരായാലോ അവർക്കിടയിൽ, രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കണം, യോജിപ്പിന്റെ സാധ്യതകൾ രൂപപ്പെടുത്തിയെടുക്കണം. ഫഅസ്ലിഹു ബൈനഹുമ, അത് ചെയ്യേണ്ടത് ബിൽ അദ്ൽ, നീതിയുടെ അടിസ്ഥാനത്തിലാണ്. അനീതിയോ അക്രമമോ ഉള്ള വിധത്തില് അല്ല അങ്ങനെ ഒരു യോജിപ്പിന്റെ വഴി ഉണ്ടാക്കിയെടുക്കേണ്ടത്. മറിച്ച് നീതി എന്താണ് അതാണ് ചെയ്യേണ്ടത്. നീതി ആയിട്ടില്ലെങ്കിൽ അക്രമി ശക്തനാണ് എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ അക്രമി നമുക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടരാണ് എന്നതിന്റെ പേരിൽ
അവരെ ഫേവർ ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഈ യോജിപ്പുണ്ടാക്കുന്ന ആളുകൾ നീങ്ങുന്നതെങ്കിൽ അത് വീണ്ടും അക്രമം ഉണ്ടാകാനും അസംതൃപ്തി രൂക്ഷമാവാനും വീണ്ടും സംഘർഷവും സങ്കീർണതയും ഒക്കെ ഉണ്ടാവാനും കാരണമാകും. എന്നാൽ നീതി നടപ്പിലാക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വിധി തീർപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതില് മാനസിക പ്രയാസമുള്ള ആളുകളും ക്ഷമ അവലംബിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് വരികയാണ് വേണ്ടത്. നീതി നടപ്പിലാക്കുമ്പോൾ അനീതിക്ക് ഇരയായ ആളുകൾക്ക് അതില് തീർച്ചയായിട്ടും മാനസികമായ സംതൃപ്തിക്ക് അവസരം ഉണ്ടാവുമല്ലോ. എന്നാൽ അക്രമത്തിനും അനീതിക്കും മുതിർന്ന ആളുകൾക്ക് ഒരുപക്ഷെ അതില് തുടക്കത്തില് അസംതൃപ്തിയൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട്. പക്ഷെ അത്തരം ആളുകള് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തി അംഗീകരിക്കലാണ് അവർക്ക് ഏറ്റവും ഉത്തമമായത് എന്നൊരു കാര്യമാണ്. അപ്പൊ നീതി നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കേണ്ടത് എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. അഖ്സിതു, നിങ്ങൾ നീതി ചെയ്യുക, നീതി നടപ്പിലാക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നീതിമാന്മാരെയാണ്. നീതിമാന്മാരെ തീർച്ചയായിട്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അള്ളാഹു അതിന്റെ വിശാലമായ ഒരു ദാർശനിക തലം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനത്തെ സംഘർഷവും അഭിപ്രായ ഭിന്നതയും ഏറ്റുമുട്ടലൊന്നും ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ഉണ്ടായിക്കൂടാ. പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഫാസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ഈ രഞ്ജിപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഊഷ്മളമായ ഒരു ബന്ധം ഉണ്ടാക്കുക. വത്തഖുല്ലാഹ, ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ അള്ളാഹുവിനോടുള്ള ഭയപ്പാട് കാണിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ നിർവഹിക്കാൻ. നിരീക്ഷകനായിട്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് മുകളിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഏത് മസ്ലഹത്തിന്റെ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ. അക്രമിയായ അല്ലെങ്കിൽ ശക്തനായ സ്വാധീനമുള്ള ആളെ തൃപ്തിപ്പെടുത്തുക എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള രഞ്ജിപ്പ് നമ്മുടെ നാട്ടുംപുറങ്ങളിൽ പലപ്പോഴും കാണാം. എന്ത് പ്രശ്നത്തിൽ ഇടപെട്ട് ഇസ്ലാഹ് ഉണ്ടാക്കുന്ന ആളുകൾ ദുർബലനായ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന വിധത്തിൽ, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന വിധത്തില് സ്വാധീനമുള്ള സമ്പന്നരായ ശക്തരായ ആളുകളെ ഫേവർ ചെയ്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അതൊരിക്കലും തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ശക്തനെയോ അക്രമി ആയിട്ട് അല്ലെങ്കിൽ ദ്രോഹം ചെയ്യാൻ മുതിരുന്ന ആളുകളെ ഫേവർ ചെയ്തുകൊണ്ടുള്ള നിലപാടല്ല സ്വീകരിക്കേണ്ടത്. മറിച്ച് നിങ്ങൾ നീതിയുടെ അടിസ്ഥാനത്തിലാണ് വിധി തീർപ്പ് നടത്തേണ്ടത്. അതുകൊണ്ട് ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നത് ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ നീതി നടപ്പിലാക്കുക. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അക്കാര്യത്തിൽ നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും കാണിക്കുക. നിങ്ങൾ കാര്യങ്ങൾ നീതിപൂർവകമാണോ ചെയ്യുന്നത്, അതോ ആരെങ്കിലും ഫേവർ ചെയ്തുകൊണ്ടാണോ കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നത് എന്നത് തീർച്ചയായിട്ടും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ തഖ്വയുടെ മാർഗം സ്വീകരിക്കുക. അതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നവരായി മാറാൻ ഏറ്റവും അനിവാര്യമായ സംഗതി എന്നാണ് തുടർന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.